അപ്പോൾ ഇത്തവണ നമ്മളെ കിട്ടിയേക്കുന്നത് OnePlusന്റെ സ്വന്തം N6 ആണ്. അതെ, OnePlus N6. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഫേക്ക് അൺബോക്സിങ് നടത്താം. ഫസ്റ്റ് ബുക്കും പേപ്പറും കവർ, വലിയ കുഴപ്പമില്ലാത്ത TPU കേസാണ്. ഇനിയുള്ളത് പ്രധാനപ്പെട്ട ഒരു സാധനമാണ്, 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ. 45 വാട്ട്സ് Type A to Type C കേബിളാണ്. Type A to Type C. പിന്നുള്ളത് സിം ഇജക്ടർ ടൂൾ. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ബോക്സിനകത്തുള്ളത്. അതെ, വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇനി നമുക്ക് നേരെ ഫോണിലേക്ക് വരാം, ഫോണിൻ്റെ കഥയിലേക്ക് വരാം. ഫസ്റ്റ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പറയാനുള്ള ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ ആണ്. ഓഫ് കോഴ്സ് പ്ലാസ്റ്റിക് ബാക്ക് ആണ്, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്. IP65 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. മിലിറ്ററി സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ഉള്ള ഫോണാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കാം. സോ റൈറ്റ് സൈഡിലേക്ക് നോക്കാം, നമുക്ക് വോളിയം റോക്കേഴ്സ് ഉണ്ട്, പവർ ബട്ടൺ ഉണ്ട്. താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ സിം സ്ലോട്ട് ഉണ്ട്, Type C പോർട്ട് ഉണ്ട്, സ്പീക്കർ ഗ്രില്ലുണ്ട്. ലെഫ്റ്റിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. മേളിൽ നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിന്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കാം. 6.8 ഇഞ്ചിന്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ് വിത്ത് 120 Hz റിഫ്രഷ് റേറ്റ്. അതെ, 22,000 രൂപ 21,000 രൂപ വരുന്ന ഫോണിന്റെ HD+ ഡിസ്പ്ലേ ആണ്. ഇൻഡസ്ട്രി അത്രയ്ക്ക് തകർന്നെന്ന് വേണം പറയാം. കാരണം ഈ ഒരു ലെവലാണ് HD+ ഡിസ്പ്ലേ ഫോർ 21,000. ഇതാണ് അവസ്ഥ. ഇതിനെ എന്താ പറയുന്നത് എനിക്കറിയാം, ഇതൊരു മോശമാണ്. പക്ഷെ ഇതിനേലും വേസ്റ്റ് ആണോ സിറ്റുവേഷൻ ഇനി അങ്ങോട്ടാകുക എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് എനിക്ക് ഒന്നും പറയണമെന്ന് അറിയത്തില്ല. ഈ ഒരു പോയിന്റിൽ തന്നെ ഇതൊരു ഫോൺ വയബിൾ അല്ല, ഭയങ്കര വയബിൾ അല്ല അറ്റ് ദിസ് പോയിന്റ്. കാരണം നിങ്ങൾക്ക് കുറച്ച് ഫോൺസ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ അല്ലെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കൂട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ഫോൺസ് കിട്ടും, ബെറ്റർ ഫോൺസ് കിട്ടും. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. IPS LCD ഡിസ്പ്ലേ 720, അതായത് HD+ ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളൂ, വലിയ സുഖമൊന്നുമില്ല. അത്യാവശ്യം ചിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് ഡിസ്പ്ലേയുടെ കാര്യം. ആൻഡ് 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയാം. അടുത്ത നമുക്ക് ഈ ഫോണിന്റെ ഫിംഗർ പ്രിന്റ് ഫേസ് അൺലോക്ക് നോക്കാം. സോ ഫസ്റ്റ് ഫേസ് അൺലോക്ക്. സോ ഫേസ് അൺലോക്ക് ഈസ് ഫൈൻ. അടുത്തായിട്ട് ഫിംഗർ പ്രിന്റ്. സോ ഫിംഗർ പ്രിന്റ് ആക്ച്വലി അത്യാവശ്യം ഫാസ്റ്റാണ്, ഫേസ് അൺലോക്കും ഫാസ്റ്റാണ്. സോ നോ ഇഷ്യൂസ്. അടുത്തായിട്ട് നമുക്കൊരു ഫോണിന്റെ ചിപ്സെറ്റിനെ പറ്റി സംസാരിക്കാം. ഡിമെൻസിറ്റിയുടെ സ്വന്തം 6360 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്, 6 നാനോമീറ്റർ ചിപ്സെറ്റാണ്. ഈ ഒരു ചിപ്സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 6300 എന്നൊക്കെ പറഞ്ഞാൽ 11,000 രൂപയുടെ ചിപ്സെറ്റാണ്. ആ ഒരു സാധനം ഈ ഒരു റേഞ്ചിലേക്ക് വന്നു, 22,000 21,000 വന്നു. വൻ പരാജയ ചിപ്സെറ്റാണ്, ഒന്നും പറയാനില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇനിയും വേസ്റ്റ് ആകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇതൊക്കെ നല്ലതാണെന്നാണ് പൊതുവെ ഇൻഡസ്ട്രി പറയുന്നത്. എനിക്കത് പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇത് നല്ലതെന്നാണ് പറയുന്നത്, പക്ഷേ അത്രയ്ക്കില്ല. ഇനി ആ ഒരു പോസിറ്റീവ് സംഭവം ഞാൻ കണ്ടത്, ഈ ഒരു ചിപ്സെറ്റ് ഇത്രയും തോൽവിയാണെങ്കിൽ പോലും OnePlus അവരുടെ ഓക്സിജൻ വോയിസിന്റെ ആ ഒരു ഒപ്റ്റിമൈസേഷൻ വെച്ച് ഒരു യൂസബിൾ ലെവലിലേക്ക്, അതായത് റിയൽമി P4R എന്ന് പറഞ്ഞ ഫോൺ നമ്മൾ അൺബോക്സ് ചെയ്ത സെയിം ചിപ്സെറ്റ് തന്നെ, ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളൂ. അതിലൊരു സ്റ്റട്ടറും ലാഗൊക്കെ ഉണ്ട്. ഇതിലെന്തോ കാരണത്താൽ അത് ഭയങ്കര കുറവാണ്, സ്റ്റട്ടറും ലാഗും കുറവാണ്. അത് ചെറിയ ചെറിയ ജിറ്റേഴ്സ് ഉണ്ട്, പക്ഷെ അതിനേലും ബെറ്റർ ആണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ അതിൻ്റെ അർത്ഥം സോഫ്റ്റ്വെയർ നന്നായിട്ട് പണി എടുത്തുകൊണ്ടാണ് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടിയത്. സോ സോഫ്റ്റ്വെയറിൽ അത്യാവശ്യം പണി എടുത്തിട്ടുണ്ട്, അതിന്റെ കാണാനും ഉണ്ട്. സോ ഇത് OnePlusന്റെ ഒരു നല്ലൊരു പോയിന്റ് ആയിട്ട് പറയാം. പക്ഷെ ടിപ്പിക്കലി അല്ലെ ജനറലി പെർഫോമൻസ് പോരാ. ഇനി ആൻറ്റുടു സ്കോർ നോക്കി കഴിഞ്ഞാൽ 5,91,183 ആണ്. ഗിഗ്വൻ സ്കോർ നോക്കി കഴിഞ്ഞാൽ 779 ആണ് സിംഗിൾ കോർ സ്കോർ, 1854 ആണ് മൾട്ടി കോർ സ്കോർ. ഇനി CPU ത്രോട്ടിലിംഗ് ടെസ്റ്റിൽ ഞാൻ 50 മിനിറ്റ്സ് ചെയ്തപ്പോൾ എനിക്ക് 86% സ്റ്റെബിലിറ്റിയും 30 മിനിറ്റ്സ് ചെയ്തപ്പോൾ എനിക്ക് ത്രോട്ടിലിംഗേ ഇല്ല. അതായത് ഈ ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള ചിപ്സെറ്റാണ്, അത്രയ്ക്ക് സ്റ്റേബിൾ ആണ്. കാരണം ഇതിന്റെ പെർഫോമൻസിന്റെ മാക്സിമം ഒരു രീതി പറയുകയാണെങ്കിൽ ഈ നമ്പർ മാറ്റി ഇറങ്ങുന്നതിന് ആകെ ഗുണമെന്ന് വെച്ചാൽ ഈൽഡ് വ്യത്യാസം വരും. ഈൽഡ് എന്ന് പറയുമ്പം ഓരോ തവണ ഉണ്ടാക്കുമ്പോൾ അതിന്റെ എഫിഷ്യൻസി കൂടിക്കൊണ്ടിരിക്കും. സോ കുറേ തവണ ഉണ്ടാക്കിയത് കൊണ്ട് ഇതിന്റെ ഈൽഡ് നല്ലതായിരിക്കും. അതായത് ഇതിന്റെ പ്രോസസ്സിൽ, മാനുഫാക്ചറിങ് പ്രോസസ്സിൽ, അതായത് കൂടുതൽ എന്താ പറയുക ഗുണം കൂടി എന്ന് പറയുന്ന പോലെയാണ് ഈൽഡ് വർദ്ധിച്ചിട്ടുണ്ട്. സോ ഇതാണ്. ഇനിയിപ്പോൾ നോർമൽ യൂസറിന്റെ പെർസ്പെക്റ്റീവിൽ അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ സ്ക്രോളിങ് വളരെ ചെറിയ ചെറിയ ടാസ്ക് ഒക്കെയാണ്, ഒരു പ്രശ്നവുമില്ല. ഗെയിമിങ്ങിനൊന്നും ആലോചിക്കുകയോ ചെയ്യരുത്, വേറെ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻസ് നോക്കുക. ഗെയിമിങ്ങിനൊന്നും കൊള്ളത്തില്ല. ഫോർ ദിസ് പ്രൈസ് ഐ വോണ്ട് റെക്കമെൻഡ്. ബട്ട് നോർമൽ യൂസർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോൺ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്, അങ്ങനെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കാര്യങ്ങൾ, വാട്സപ്പ്, പിന്നെ നമ്മുടെ സാധാ ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. നോ ഇഷ്യൂസ്, കുഴപ്പമില്ല. ഗെയിമിങ്ങിനൊന്നും നോക്കരുത്. ഇതാണ് പെർഫോമൻസ്. അടുത്തായിട്ട് നമുക്ക് ഒരു ഫോണിന്റെ ക്യാമറയെ പറ്റി സംസാരിക്കാം. ഈ ചിപ്സെറ്റ് തോൽവി ആയതുകൊണ്ട് തന്നെ ക്യാമറ ഓഫ് കോഴ്സ് തോൽവിയായിരിക്കും. ക്യാമറ ഈസ് ലൈക്ക് എബോവ് ആവറേജ്, അത്രേ പറയാനുള്ളൂ. എബോവ് ആവറേജ് ലെവലാണ്. ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ്, അതായത് അത്യാവശ്യം വെയിലത്തുള്ള ഡേ ലൈറ്റ് ഫോട്ടോസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാം. അതായത് ഫോർ എക്സാമ്പിൾ എന്താ പറയുക, സ്കൈ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വലിയ പ്രശ്നമില്ല. ഡൈനാമിക് റേഞ്ച് ഒക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. ചില സമയത്ത് ഒരു ഓവർ എക്സ്പോസ്ഡ് ആകുന്നുണ്ട്, പക്ഷേ
ഫൈൻ, യൂസബിൾ അല്ല, അത്യാവശ്യം ഒരു ഗുഡ് ലെവൽ ഡേ ലൈറ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. ഡേ ലൈറ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല. ഈവൻ പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിലും കുഴപ്പമില്ല, ബ്ലറും കാര്യങ്ങളൊക്കെ ഫൈനാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഫോക്കസ് ഉള്ള രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി ഹ്യൂമൻ സബ്ജക്ട്സ് ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ നെഗറ്റീവ് പറയാൻ തോന്നുന്നില്ല. ഹ്യൂമൻ സബ്ജക്ട്സ് ഫോട്ടോസ് സ്കിൻ ടോൺ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയാം. അത് ഒരു റെയർ കേസാണ്. ചില ഫോട്ടോസ് തകർച്ചയാണ്, ചില ഫോട്ടോസ് സ്കിൻ ടോൺ വലിയ കുഴപ്പമില്ലാതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് എനിക്ക് തന്നെ അത്ഭുതം വന്നു. കാരണം ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഫോണിൽ അങ്ങനെ ഒരു ഔട്ട്പുട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത കാര്യത്തിൽ പരാജയമാണ്. സ്കിൻ ടോൺ വലിയ കുഴപ്പമില്ല, എന്തോ കാരണത്താൽ കുഴപ്പമില്ല. സോ ഹ്യൂമൻ സബ്ജക്ട്സ് ഫോട്ടോസ് എനിക്ക് വലിയ പ്രശ്നം തോന്നില്ല. ഇനി നൈറ്റ് ഫോട്ടോസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു എബോ ആവറേജ് ഓക്കെ എന്നല്ല, ഓക്കേയിഷ് കൈൻഡ് ഓഫ് നൈറ്റ് ഫോട്ടോസ് കിട്ടും, വലിയ ഇഷ്യൂ ഇല്ല. യൂസബിൾ നൈറ്റ് ഫോട്ടോസ് കിട്ടും, അങ്ങനെ വേറെ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. ഇനി സെൽഫിയിലേക്ക് നോക്കുകയാണെങ്കിൽ സെൽഫി എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. വലിയ കുഴപ്പമില്ലാത്ത സെൽഫി ക്യാമറയാണ്. സ്കിൻ ടോൺ ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഈവൻ സ്കൈ മെയിൻറ്റെയിൻ ചെയ്യാനും വലിയ ഇഷ്യൂസ് ഒന്നും തോന്നില്ല. ഇതെല്ലാം പ്രോസസ്സിംഗ് കൊണ്ടാണ്. പ്രൊസസ്സർ പരാജയമാണെങ്കിലും ഇവർ പ്രോസസ്സിങ്ങിൽ കുറച്ചൊക്കെ പിടിച്ചു നോക്കിയിട്ടുണ്ട്. സോ ഒരു എബോ ആവറേജ് ഡീസൻറ്റ് ലെവൽ, എബോ ആവറേജിന് ഇച്ചിരി കയറ്റി പറയുന്നത് ഡീസൻറ്റ് ലെവലൊക്കെ ക്യാമറ നിങ്ങൾക്ക് കിട്ടും. സോ ക്യാമറയുടെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. ഇനി വീഡിയോ റെക്കോർഡിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ 1080p 30 FPS ഉള്ളൂ, ഫ്രണ്ടിലും 1080p 30 FPS. സോ ഇതാണ് OnePlus N6ൻ്റെ റെയർ വീഡിയോ ഫുട്ടേജ്, 1080p 30 FPS. അതെ, 22,000 ഫോണിനകത്ത് 4K ഇല്ല, സ്റ്റെബിലൈസേഷൻ പേരിന് പോലും ഇല്ല. കൊള്ളാം. ആവറേജ് 1080p ഉള്ളൂ, 4K തന്നിട്ടില്ല, അവിടെ തന്നെ പോയി. സെൽഫി നോക്കിക്കഴിഞ്ഞാൽ 1080p 30 FPS ഉണ്ട്. സോ ഇതാണ് OnePlus N6 എന്നുള്ള ഫ്രണ്ട് വീഡിയോ ഫുട്ടേജ്, 1080p 30 FPS. 4K പിന്നെ ഇല്ല, ബാക്കിൽ 4K തരാത്തവർ എന്തായാലും ഫ്രണ്ടിൽ തരത്തില്ല. പിന്നെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെബിലൈസേഷനും ഒന്നുമില്ല. സോ സെൽഫിയും വലിയ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. സോ ഇറ്റ്സ് ആക്ച്വലി ആവറേജ്. ഇനി അടുത്ത നമുക്ക് ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയറിനെ പറ്റി സംസാരിക്കണം. ഓക്സിജൻ OS 16 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 16 ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഓക്സിജൻ OS എന്ന് പറഞ്ഞ ഒറ്റ പോയിന്റ് മാത്രമേ ഈ ഫോണിനുള്ളൂ. ഏറ്റവും ടോപ്പ് പോയിന്റ് ഇതും പിന്നെ ബാറ്ററിയാണ്, വേറെ ഒന്നും പറയാനില്ല. ആൻഡ് ഒപ്റ്റിമൈസേഷൻ, ഈ ഒരു സോഫ്റ്റ്വെയർ കാരണം എങ്ങനെയൊക്കെ ഈ ചിപ്സെറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു പ്രൈസിൽ ഇറക്കാൻ സാധിച്ചു. സോഫ്റ്റ്വെയർ ഈസ് ഗുഡ്. ബ്ലോട്ട്വെയർസ് വളരെ കുറച്ചാണ്, ഒരു 6 ബ്ലോട്ട്വെയർസ് സംതിങ് ഒക്കെ ഉള്ളത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് യൂസബിൾ ആയിട്ടുള്ള സാധനമൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ നെഗറ്റീവ് ഒന്നും പറയില്ല. ആഡ്സ് ഞാൻ അധികം കണ്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് വേറെ ഗ്ലോബൽ സെർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്തിടുകയാണെങ്കിൽ കുഴപ്പമില്ല. സോ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ നെഗറ്റീവ് ഒന്നും പറയാനില്ല. ഇറ്റ്സ് ഫൈൻ. ആക്ച്വലി ഇനി അത് പരാജയം, കാരണം കളർ വോയ്സ് കയറി വരും. ഓക്സിജൻ വോയ്സ് തീർത്തും ചാകും. പലരും ഇങ്ങനെ തള്ളി മറയ്ക്കുന്നുണ്ട്, പഴയ ഓക്സിജൻ വോയ്സ് ഒക്കെ പോയി, എന്താ പറയുക, ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ് എൻഡ് ഓഫ് ആൻ എറർ എന്നൊക്കെ. ഓൾറെഡി എൻഡ് ഓഫ് ആൻ എറർ കഴിഞ്ഞിട്ട് 1-2 വർഷം. ഇവരൊക്കെ ഏത് നാട്ടിലാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, സത്യമായിട്ട്. ട്വിറ്ററിലുള്ളവരെ പറ്റിയാണ് പറയുന്നത്. കുറേ ക്രിയേറ്റേഴ്സിന് കാര്യവും ഉണ്ട്, മീൻസ് വേറെ മറ്റേ ഹിന്ദി ക്രിയേറ്റേഴ്സൊക്കെ കണ്ടത്. അതായത് 3-4 വർഷമായി ഓക്സിജൻ വോയ്സ് ഒക്കെ പോയി, അതിൻ്റെയൊക്കെ ആ DNA തന്നെ ഇല്ലാതായി. ഈ കളർ വോയ്സ് ആയിട്ട് മിക്സ് വന്നപ്പോൾ തന്നെ ആ പരാജയമാണ്. അത് കഴിഞ്ഞ് ഇപ്പം പൂർണ്ണമായിട്ട് മാറി, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു മേന്മയൊന്നും എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. എനിവേ ഓക്സിജൻ വോയ്സ് ഫുള്ളി പോയി, ബട്ട് ദിസ് ഓക്സിജൻ വോയ്സ് ഈസ് ഫൈൻ. സോ സോഫ്റ്റ്വെയർ ഇസ് ഗുഡ്. ഇനി സെൻസേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെൻസേഴ്സ് എല്ലാം കുഴപ്പമൊന്നുമില്ല. ഇനി കണക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ 5G ഒക്കെ കുഴപ്പമില്ലാതൊക്കെ കിട്ടുന്ന വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. NFC സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. അടുത്ത നമുക്ക് ഈ ഫോണിന്റെ ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ 8000 mAh ബാറ്ററി, 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ വേണം. അതാണ് ഹൈലൈറ്റ്. ഈ ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ്, ബാറ്ററി. നല്ല കിടില ബാറ്ററിയാണ്. 8000 mAh കൊണ്ട് 1-2 ദിവസമൊക്കെ സുഖമായിട്ട് അങ്ങ് പോകും. കാരണം ചിപ്സെറ്റ് വലിയ പവർ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സുഖമായിട്ട് 1-2 ദിവസമൊക്കെ തരണം ചെയ്ത് പോകും. ഒരു ഇഷ്യൂസില്ല. ബാറ്ററിയുടെ കാര്യത്തിൽ ടോപ്പാണ്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും. 6GB 128GB പ്രൈസാണ് 25,000. ഞാൻ നേരത്തെ 22-23 എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, 21, 22, 23. ഓഫറിൽ HDFC കാർഡിലാണ് ഈ ഒരു പ്രൈസിലേക്ക് എത്തുന്നത്. 25,000 രൂപയ്ക്കാണ് 6 128. ഇനി 4 128 ഉണ്ട്, 23,000. അപ്പോൾ കറക്റ്റായി. അപ്പം HDFCയുടെ കാർഡോട് വരുമ്പോൾ ഒരു 21,000 റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഒന്നേ പറയാനുള്ളൂ, പറ്റുമെങ്കിൽ ഇത് ഒഴിവാക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ഇത് മേടിക്കേണ്ട. വേറെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോൺസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ 3000 രൂപയൊക്കെ ഇട്ട്, ഈവൻ സാംസങ്ങിന് M40 നമ്മൾ വൈകാതെ റിവ്യൂ ചെയ്യും, ആ ഒരു ഫോൺ നോക്കാം. അല്ലെ 30,000 എഡ്ജ് 60 ഫ്യൂഷൻ, എഡ്ജ് 70 ഫ്യൂഷൻ നോക്കാം. ഇനി റേറ്റ് കുറച്ചാണെങ്കിൽ വേറെ പല ഫോണുണ്ട്, Realme P3 Ultra, GT70. ഇതൊക്കെ എങ്ങനെയൊക്കെ സ്റ്റോക്ക് വരികയാണെങ്കിൽ കണ്ണടച്ച് പേടിക്കുക. ഇനി ഈ സാംസങ്ങിൻ്റെ തന്നെ എന്താ പറയുക, M കൂട്ടിയുള്ള ഫോൺസ് ഉള്ള M56, ഈവൻ M70 ഇതിനൊക്കെ ബെറ്റർ ആക്കുന്നത്. M70 അതെ 16,000 ഉള്ളത്. ആൻഡ് പോക്കോയുടെ ഫോൺസ്. സോ പറ്റുമെങ്കിൽ ഒഴിവാക്കുക, അത്ര പറയാനുള്ളൂ. ഇതിനകത്ത് അങ്ങനെ വലിയ പോസിറ്റീവ് ഘടകമുള്ളൂ. ബാറ്ററി വേണ്ടവർക്ക് എടുക്കാം. OnePlusന്റെ ഈ ലോഗോ വെറുതെ ഷോയ്ക്ക് കാണിക്കേണ്ടവർക്ക് എടുക്കാം. വേറൊന്നും ഈ ഫോണിനകത്ത് പറയാനില്ല.
പക്ഷേ ഇതിനേലും ബേസ്റ്റ് ആയിരിക്കും പറയാൻ പോകുന്നത്. ഈ ഫോണിനെ ഞാൻ തീർത്ത് ഇല്ലാതാക്കുകയല്ല, പക്ഷേ ഇതിനേലും ബേസ്റ്റ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പം ഒരു കോട്ടുണ്ട്, ഫോൺ മേടിക്കുകയാണെങ്കിൽ അത് ഇന്നലെ ആയിരുന്നു മേടിക്കേണ്ടത്, ഇന്ന് അതിനേലും ബാഡ് ആയിട്ടുള്ള ഫോണായിരിക്കും, നാളെ ഇതിനേലും മോശമായിരിക്കും. ആ ഒരു ലെവലിലാണ് ഇൻഡസ്ട്രി പോകുന്നത്. സോ കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിയ ഫോൺസ് നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക. ഇത് പറ്റുമെങ്കിൽ ഒഴിവാക്കുക, ഒരു ഗതിയില്ലെങ്കിൽ മേടിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് എടുത്തെന്ന് പറഞ്ഞൊന്നും വിഷയമല്ല, പക്ഷേ ബാക്കി ഓപ്ഷൻസ് പോയി ഒരു വഴിയില്ലെങ്കിൽ മാത്രം ഇതെടുക്കുക. ബഡ്ജറ്റ് കൂട്ടാമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ബഡ്ജറ്റ് കൂട്ടാമെങ്കിൽ വേറെ ബെറ്റർ ഓപ്ഷൻസ് ഒരു 30-25 റേഞ്ചിലുണ്ട്, പറ്റുമെങ്കിൽ അത് നോക്കാം. വേറെ അങ്ങനെ എടുത്തു പറയാനായിട്ടൊന്നുമില്ല. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും